ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരായിട്ട് നമ്മളോട് ചോദിക്കണു, ചേച്ചിയുടെ ഹെയർ സീക്രട്ട് എന്താ, മുടിയിൽ എന്തെണ്ണയാണ് തേക്കണത്, പിന്നെന്താ അവർ കുറേ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്യണു, എന്തെങ്കിലും റെമഡീസ് ഒക്കെ പറഞ്ഞു തയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുടിയിലൊന്നും തേക്കാറില്ല. നമ്മളെ കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ തേക്കണത്. അമ്മ കൊണ്ടുതരും, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ അമ്മ മില്ലിൽ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട്, എനിക്ക് തരാറുണ്ട്. അപ്പൊ ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് എണ്ണയൊക്കെ ഉണ്ടാക്കും. അതൊക്കെയാണ് കേട്ടോ തേക്കണത്. അല്ലാണ്ട് പുറമെന്നുള്ള വേറെ ഒന്നും ഞാൻ തേക്കാറില്ല. പിന്നെ ഒരു സാധനം തേക്കാറുണ്ട് ഞാനിപ്പോൾ മോന് എൻ്റെ മുടിക്ക് പിടിച്ചിങ്ങനെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് കുറേ ഹെയർ ഒക്കെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ പെട്ട പോലെ ഉണ്ടായിരുന്നു അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ സ്നേഹം കൊണ്ട് പിടിച്ച് വലിക്കുമ്പോഴേ കൂടുതലുണ്ടേ വെള്ളം മുടി ഫ്രണ്ടിൽ ഈ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് വലിച്ച് പിടിച്ച് വലിച്ചൊക്കെ പോയിട്ട് നിങ്ങള് എന്റെ മുന്നത്തെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മനസ്സിലാവും. കുറെ ഹെയർ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പൊ കുറേ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹെയർ ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ. കാണിച്ചിട്ട് ഇതാണ് ആൽസ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ കേട്ടോ. ഇതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ ഇവിടത്തൊക്കെ ഫ്രണ്ടിലത്തൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ മാത്രമല്ല, ഒരുവിധം ഇച്ചിരി എനിക്ക് തിക്നെസ് വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഓരോ വകച്ചിലിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഭയങ്കര സുഖാട്ടോ. അവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്താട്ടോ അത് തേക്കണേ. അത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. ആളിങ്ങനെ അടിച്ചിട്ട് നമുക്ക് വേറൊരാള് ചെയ്ത് തരുമ്പോ പ്രത്യേക രസമാണല്ലോ. പിന്നെ അത് ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ആള് ചെയ്ത് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് തരാറുണ്ട് എനിക്കായിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇങ്ങനെ എനിക്കിത് ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് മാത്രമേ അങ്ങനെ പുറമേന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇങ്ങനെ ഹെയർ ഇങ്ങനെ വില താളി അങ്ങനൊക്കെ ആഴ്ചയിൽ വല്ലപ്പോഴും ഹെയർ പാക്ക് എങ്ങാനും ഇട്ടു. ഈ അലോവേറ ജെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അലോവേറ ജെല്ല് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതില് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ ആഴ്ചയിൽ ഒരു ദിവസം തേക്കാറുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ മുടിക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് മുടിയുണ്ട്, ട്രോളൊക്കെ അതല്ല കേട്ടാ. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മുടിയുണ്ട്, അമ്മാമ്മയ്ക്ക് മുടിയുണ്ട്, അനിയത്തിക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. എത്ര വെട്ടിയാലും അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്താന്ന് തോന്നുന്നു എനിക്ക് നന്നായിട്ട് ഹെയർ വന്നായിരുന്നു. അതേപോലെ തന്നെ കൊഴിഞ്ഞു പോയായിരുന്നു കേട്ടാ. എനിക്ക് തോന്നുന്നു ഹോർമോണിന്റെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് മുടി ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോഴും നന്നായിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹെയറിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും കുറേ പേര് എന്നോട് ചോദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഒന്നുമില്ല, ഞാൻ കാച്ചിയ വെളിച്ചെണ്ണൊക്കെ തേക്കായിരുന്നു, ഉള്ളിയൊക്കെ ഇട്ട്. പിന്നെ അവിടുന്ന് പച്ചയിലൊക്കെ പറിച്ച് ഇട്ട് ഇങ്ങനെ ഇലകളൊക്കെ പറിച്ചിട്ട് ഇട്ടിട്ട് കാച്ചി തേക്കായിരുന്നു. അത് ചെയ്യായിരുന്നു. അങ്ങനെ തന്നെ അത് അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെ കൊണ്ട് യാതൊരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അഥവാ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നിർത്താണ്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. എന്നെ കൊണ്ടൊന്നും അത് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഏതെങ്കിലും പാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് മുടങ്ങാണ്ട് തേക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കൊഴിഞ്ഞു പോകും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മുഖത്ത് എന്തെങ്കിലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പാക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ അത് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഹെയറിന്റെ പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. തുടർച്ചയായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കണം.
എന്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് റിസൾട്ട് വരുന്നതാ അല്ലേ? ആളുടെ സ്കിന്നിലൊക്കെ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് പക്ഷെ എന്റേത് അങ്ങനെയല്ല. അപ്പൊ എല്ലാവരുടെ സ്കിന്നും വ്യത്യാസമുണ്ട്. ആൾക്കൊരു പാക്ക് ഇട്ടാൽ തന്നെ ഭയങ്കര സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഇന്നിട്ട് കഴിഞ്ഞാൽ ചെറിയ പാക്ക് ഇട്ടായിരുന്നു. അതിന് 3 സ്റ്റെപ്പ് ആയിട്ടില്ലേ? ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം തന്നെ ബോധം പോയി. ഇതെന്താ നല്ല എളുപ്പമാണല്ലോ, രാവിലെ അതൊക്കെ പോയി. അതാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അപ്പോഴത്തേക്കേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്നൊന്നുമല്ല. അത് ചെയ്യുകയാണെങ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പെണ്ണ എന്തെങ്കിലും കാച്ചി തേക്കുകയാണെങ്കിൽ അത് തേച്ചുകൊണ്ടേ ഇരിക്കണം. അതന്നെ ഉണ്ടാക്കി തേച്ചുകൊണ്ടിരിക്കുക. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം അങ്ങനത്തെ ഒരു ഏർപ്പാടിനും ഞാൻ ഇപ്പം നിൽക്കാറേ ഇല്ല. ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഹെയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് തരാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല. എനിക്കത് പാരമ്പര്യമായിട്ടുള്ളതാണ് ഗൈസ്. അതിപ്പോൾ വെട്ടിയാലും എനിക്ക് വളർന്നുകൊണ്ടിരിക്കും തന്നെ. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം ഞാൻ പറയാം, വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് കൊടുക്കാണ്ടിരിക്കുക, ടെൻഷൻ അടിക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് ടിപ്പായിട്ട് തരാനുള്ളത്. പിന്നെ ഒരുവിധം നന്നായിട്ട് കൊഴിഞ്ഞു പോകും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ടെൻഷൻ അടിക്കാതിരിക്കുക, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. 2 ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ താരം വരാണ്ട് നോക്കാം, മെയിനായിട്ടുള്ള കാര്യമാണ്. താരം വന്നാൽ ഒരു രക്ഷയില്ല, നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോകും. ഇത്രയുണ്ട് എനിക്ക് ഹെയറിനെ പറ്റി എനിക്ക് നിങ്ങൾക്ക് ടിപ്സ് തരാനുള്ളത്. അല്ലാണ്ട് വേറെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് യൂസ് ചെയ്തതാണ്. ഇതിന് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്തോളാം. ആസ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. ഇത് മാത്രം എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ എത്രയാണോ ഉള്ളത് അത് നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ഇപ്പം എണ്ണ തേക്കുന്നവരാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസവും 3 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുള്ളൂ അല്ലേ? 2-3 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നും ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ എണ്ണ തേക്കാനാണെങ്കിലും ഞാൻ 2-3 ദിവസം കൂടുമ്പോഴേ എണ്ണ തേക്കുള്ളൂ. പിന്നെ അതുപോലെ താരം വരാണ്ട് നോക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും മുടിയുടെ അറ്റം കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഹെയറിനെ പറ്റി പറഞ്ഞു തരാനുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ അല്ലേ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്താ കൊണ്ടിരിക്കുന്നത് വിചാരിക്കരുത്, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ കുറേ ദിവസം മുടി വളർത്തി നടന്നു, പക്ഷെ എനിക്ക് മുടി വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പിടിപാടൊന്നുമില്ല. ഹെയർ നമ്മൾ എങ്ങനെയാണ് നന്നായിട്ട് കെയർ ചെയ്യണം അതേപോലെ ഇരിക്കും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചറും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് മുടിയുള്ളെങ്കിൽ പോലും അത് നല്ല ഭംഗിയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഷൈനിങ്ങോടെ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ഒരു സിറം ഉണ്ടല്ലോ, ഏതായിരുന്നു, ലോറിയൽ പാരീസിൻ്റെ ഹൈലറോൺ, ആ സിറം, അത് നല്ല സിറാണ് കേട്ടോ. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ആ ഹെയറിനൊക്കെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹെയറിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അത്. പിന്നെ എന്നെ പോലെ ഇത്തിരി ചുരുണ്ട മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ തേച്ച് നല്ല കെയർ ചെയ്ത് കൊണ്ട് നടക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും